തൊഴിലാളി മണ്ഡലം. തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് തൊഴിൽജന്യ രോഗങ്ങളും തൊഴിലിടങ്ങളിലെ സുരക്ഷയും ഈ വിഷയത്തെക്കുറിച്ച് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ഡയറക്ടർ പി പ്രമോദുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം. സർ പറഞ്ഞപ്പോൾ പല മേഖലകളിലും കയർ വ്യവസായ മേഖലയിലാണെങ്കിലും ഏതൊരു മേഖല എടുത്ത് നോക്കിയാൽ നമുക്കറിയാം വളരെ സാധാരണക്കാരാണ് ഈ മേഖലകളിലെല്ലാം ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അവബോധം വളരെ കുറവാണ്. അങ്ങനെയുള്ള അവബോധം വളർത്താൻ വേണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ക്ലാസ്സുകളോ അല്ലെങ്കിൽ അങ്ങനെ വർക്ക്ഷോപ്പുകളോ അങ്ങനെ നടത്താറുണ്ടോ? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്കിതിനെ നമ്മൾ ഈ പറയുന്ന നിയമത്തിലൂടെ പ്രിവെൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിയമങ്ങൾ മാറ്റിക്കൊണ്ട് അത് എൻഫോഴ്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ഈ തൊഴിലാളികളെ ബോധവൽക്കരിക്കുകയാണ്. കാരണം അവർക്ക് അറിയണം, ഇപ്പോൾ ക്രഷർ ഫാക്ടറി ജോലി ചെയ്യുന്ന തൊഴിലാളി അറിയണം ഇവിടെ സിലിക്കോസിസിനുള്ള ഇതുണ്ട്. പക്ഷെ നിലവിൽ അവർക്ക് വലിയ അറിവില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലായത്. ഇപ്പോൾ വകുപ്പ് രണ്ട് രീതിയിലാണ് ഇതിൻ്റെ ബോധവൽക്കരണം നടത്തുന്നത്. ഒന്ന്, നമ്മൾ മേഖല അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പം നമ്മൾ ഓരോ ഡിവിഷനിലും തന്നെ വളരെ സൗജന്യമായിട്ട് തന്നെ തൊഴിലാളികളെ ഓരോ മേഖല തിരിച്ച്, ഇപ്പോൾ ക്രഷർ ഫാക്ടറി തൊഴിലാളി അല്ലെങ്കിൽ കശുവണ്ടി ഫാക്ടറി തൊഴിലാളി അല്ലെങ്കിൽ കയർ ഫാക്ടറി തൊഴിലാളി, ഇവരെല്ലാവരെയും ഒരു സ്ഥലത്ത് മൊബിലൈസ് ചെയ്തിട്ട് ആ ഫാക്ടറികളിൽ ഉണ്ടാകാവുന്ന തൊഴിലപകടങ്ങൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തൊഴിൽജന്യ രോഗങ്ങൾക്ക് എന്തൊക്കെ സാധ്യതയുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ തന്നെ ഓഫീസേഴ്സും അതുപോലെ ഡോക്ടേഴ്സും ഒക്കെ എല്ലാവരുടെയും സഹായത്തോടെയാണ് ഈ അവബോധ ഏകദിന പരിശീലന പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതുകൂടാതെ ഇപ്പം നമ്മളിങ്ങനെയുള്ള മേഖലാതലത്തിൽ നടത്തുമ്പം പലപ്പോഴും ഫാക്ടറി മാനേജ്മെൻറ്റ് ഏറ്റവും ടോപ്പിലിരിക്കുന്ന സൂപ്പർവൈസറോ അല്ലെങ്കിൽ മാനേജറോ അല്ലെങ്കിൽ ഇച്ചിരി കൂടി താഴോട്ടുള്ള ലെവലിലുള്ള ആൾക്കാരെ വിടുകയുള്ളൂ. പക്ഷേ യഥാർത്ഥ തൊഴിലാളികളെ പലപ്പോഴും ഇങ്ങനെയുള്ള പരിശീലന പരിപാടികളിലേക്ക് അവർ വിടാൻ വിമുഖത കാണിക്കാറുണ്ട്. അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് വകുപ്പിൻ്റെ സുരക്ഷാ രഥം എന്ന് പറയുന്ന ഒരു പരിശീലന വാഹനം തന്നെയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫാക്ടറിയുടെ പ്രെമിസസിനകത്തേക്ക് ചെല്ലുകയാണ്. ഫാക്ടറിയുടെ ഉടമ തന്നെ, കാരണം ഫാക്ടറി നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് ഫാക്ടറിയിലെ തൊഴിലാളികളുടെ അവകാശമാണ് അവർക്ക് ആവശ്യമായ ട്രെയിനിങ് കിട്ടുക എന്നുള്ളത്, ലീഗൽ റൈറ്റാണ്. അപ്പോൾ അത് പ്രകാരം അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഫാക്ടറി ഉടമയ്ക്കുണ്ട്. അപ്പോൾ ഫാക്ടറി ഉടമയോട് നമ്മൾ പറയും ഞങ്ങളുടെ ഇങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ആവശ്യമായിട്ടുള്ള പരിശീലനം തൊഴിലാളികൾക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പം അവർക്ക് ആ താഴെക്കിടയിലുള്ള തൊഴിലാളികളെ സ്പെയർ ചെയ്യാൻ പറ്റും. അവരെ ഇതിനകത്തേക്ക് വണ്ടിയിൽ വന്നാൽ AC വണ്ടിയാണ്, 30 പേർക്ക് ഇരിക്കാം. അവിടെ പ്രസൻറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബോർഡുകളും മോണിറ്റർ സംവിധാനവും അതുപോലെ എഴുതാനുള്ള എല്ലാ പാഡും കാര്യങ്ങളും അതുപോലെ ഡെസ്കും എല്ലാ സംവിധാനങ്ങളിലുള്ള ഒരു AC ബസ്സാണ്. അതിൽ ക്ലാസ് എടുക്കുന്നത് കൂടുതലും ഞങ്ങളുടെ ഇൻസ്പെക്ടർമാരാണ്. അതോടൊപ്പം തന്നെ അതിൽ പ്രാവീണ്യമുള്ള ഡോക്ടർമാരെയും മെഡിക്കൽ ഓഫീസേഴ്സിനെയും കൂടി നമ്മൾ അതിൽ ഒരു ഫസ്റ്റ് എയ്ഡിൻ്റെ ട്രെയിനിങ് കൂടി നമ്മളിപ്പം കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് പല ഫാക്ടറികളിലും പ്രാഥമിക ശുശ്രൂഷ പലർക്കും അറിയില്ല. അപ്പോൾ ചിലപ്പോൾ ഇലക്ട്രിക്കൽ ഷോക്കൊക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലൊക്കെ അപ്പോൾ അതൊക്കെ ഉൾപ്പെടെയുള്ള ഒരു 1 ഡേ പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിലൂടെ നമ്മളിപ്പം നിരവധി തൊഴിലാളികൾക്ക് നമുക്ക് ഇതുപോലെ പരിശീലനങ്ങൾ കൊടുക്കാം. എന്ന് വെച്ചാൽ കേരളത്തിൽ എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഒരു പരിധിവരെ നമുക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഞങ്ങളുടെ എൻഫോഴ്സ്മെൻറ്റ് ജോലി കഴിഞ്ഞതിന് ശേഷമുള്ള സമയം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളൊരു അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് മാത്രവുമല്ല, ഞങ്ങൾ ഏതാണ്ട് കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് 2000 സർക്കാർ സ്കൂളിലെ കുട്ടികൾക്കും ഞങ്ങൾ ഇതിൻ്റെ ഒരു ട്രെയിനിങ്, അത് മാത്രമല്ല, കാരണം അവരായിരിക്കുമല്ലോ ഇനി ഭാവിയിൽ ഇതുപോലെയുള്ള വ്യവസായശാലകളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഇലക്ട്രിക്കൽ സേഫ്റ്റി, LPG സേഫ്റ്റി, അതുപോലെ ഫയർ സേഫ്റ്റി, അതുപോലെ ഒരു ഫസ്റ്റ് എയ്ഡ് എങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള ട്രെയിനിങ് കൂടി നമ്മൾ വളരെ സൗജന്യമായിട്ട് കൂടി അത് നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി അതിലൂടെ നമ്മൾ ഭാവിയിൽ നമുക്ക് ഒരു സുരക്ഷിത സംസ്കാരം എല്ലാവരിലും രൂപപ്പെടുത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങൾ ധാരാളം കുറയ്ക്കാൻ പറ്റും. കാരണം നമുക്കറിയാം ഐക്യരാഷ്ട്രസഭയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 2030 ലക്ഷ്യമിടുന്ന ഗോൾ 8.8 ലക്ഷ്യമിടുന്നത് തൊഴിൽജന്യ രോഗങ്ങളും തൊഴിലപകടങ്ങളും പരമാവധി കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് നമുക്ക് സമൂഹത്തെ മൊത്തത്തിൽ പരിശീലനം നൽകിക്കൊണ്ട് ഈ അവബോധം സൃഷ്ടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വകുപ്പ് ചെയ്തു വരുന്നത്. സർ, പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു വന്നു. അതിൽ തന്നെ നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഒരു വ്യാവസായിക സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള പ്രോഫിറ്റ് മാക്സിമം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യം ഒരു വശത്തുണ്ട്. പിന്നെ ഈ സേഫ്റ്റി എന്ന് വരുമ്പോൾ കുറച്ചൊക്കെ പൈസ അതിലേക്ക് സ്പെൻഡ് ചെയ്ത് നമ്മൾ ഇപ്പം പ്രൊട്ടക്ഷന് വേണ്ടി പ്രൊട്ടക്ഷൻ ഗിയറുകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ എത്രത്തോളമാണ് ബാലൻസ് ചെയ്ത് ഒരു തൊഴിലുടമ ചെയ്യുന്നതായിട്ട് സാറിന് തോന്നുന്നത്? നമുക്കിപ്പം ഒരു വലിയ ഫാക്ടറികൾ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഫാക്ടറികൾ വേണമെങ്കിൽ ഒരു 500 ആൻഡ് എബോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തൊഴിലാളികൾ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു സേഫ്റ്റി പോളിസി അല്ലെങ്കിൽ സുരക്ഷിതത്വ നയം അല്ലെങ്കിൽ തൊഴിൽ ആരോഗ്യ സുരക്ഷിതത്വ നയം അവർക്കുണ്ടാവും. അതവർ ഡിക്ലെയർ ചെയ്യണമെന്നുള്ളത് നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ആ നിയമത്തിലൂടെ തന്നെ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇപ്പം നമുക്കറിയാം പല ഫാക്ടറികൾ ISO 45000 സർട്ടിഫൈഡ് ആണ്. ISO 45000 എന്ന് പറയുന്നത് ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
അപ്പോൾ അത് സർട്ടിഫൈ ചെയ്യുമ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നയം ഉണ്ടാകുക, ഉണ്ടാകണം. തൊഴിലാരോഗ്യ സുരക്ഷ. അപ്പം നയം രൂപീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ള മേജർ ഫാക്ടറികളിലില്ല, ആ നയം രൂപീകരിച്ചുകൊണ്ട് തന്നെ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പല ഫാക്ടറികളിലുണ്ടാകും. അപ്പോൾ അവർക്ക് അത് കൃത്യമായിട്ട് അത് നടപ്പിലാക്കി മോണിറ്റർ ചെയ്ത് അപകടങ്ങളെ വിശകലനം ചെയ്ത് അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ അവർ ഇൻറ്റേർണലായിട്ട് തന്നെ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇപ്പം നമ്മളൊരു MSME സെക്ടർ അല്ലെങ്കിൽ സ്മോൾ ഒരു 10-50 തൊഴിലാളികൾ താഴെയുള്ള ചെറിയ യൂണിറ്റുകളിൽ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റ് പലപ്പോഴും സുരക്ഷയ്ക്ക് വലിയ പ്രാമുഖ്യം നൽകുന്നില്ല. മാത്രവുമല്ല, നമ്മൾ അപകടങ്ങളുടെ കണക്കുകൾ എടുത്തു വെച്ച് നോക്കിയാൽ ഇങ്ങനെയുള്ള ചെറിയ യൂണിറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് അതിഥി തൊഴിലാളികൾ ധാരാളമുണ്ട്. അപ്പോൾ ഈ അതിഥി തൊഴിലാളികളാണ് ഈ ഇങ്ങനെയുള്ള ഫാക്ടറികൾ പലപ്പോഴും ചെയ്യുന്നത്. അവർക്ക് പൊതുവേ തന്നെ അത്ര വല്ല സുരക്ഷിത സംസ്കാരം ഉള്ളവരല്ല. അപ്പം പൊതുവേ ഈ മാനേജ്മെൻറ്റ് അത് ആഗ്രഹിക്കുന്നുമില്ല. മാനേജ്മെൻറ്റ് അവർക്ക് ഇത്ര ടൈമിനുള്ളിൽ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അവരെങ്ങനെ വേണമെങ്കിലും ചെയ്തോട്ടെ, കാരണം അവർക്ക് റേറ്റിൽ കൊടുത്തിരിക്കുകയാണ്. ഇത്ര ക്വാണ്ടിറ്റി തീരുമ്പോൾ പൈസ കൊടുക്കും. അപ്പോൾ ഇയാൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ, ആ തൊഴിലാളികൾ അവർ മാസ്ക് ധരിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും അവരുടെ വിഷയമേ അല്ല. ആ രീതിയിലാണ് ചെറുകിട ഫാക്ടറികൾ പലപ്പോഴും കാണുന്നത്. അതിനിപ്പം ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരികയാണ്. കാരണം നമുക്കറിയാം കേരളത്തിൽ അതിഥി തൊഴിലാളികളാണല്ലോ. പക്ഷേ ഇവർക്കൊരു ഗ്രിവൻസ് തരാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇന്ന് നിലവിലില്ല. അപ്പോൾ അത് നമ്മൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വകുപ്പ് തന്നെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അവർക്ക് ചിലപ്പോൾ എഴുതാനറിയില്ല, വായിക്കാനും അറിയില്ല, സംസാരിക്കാൻ മാത്രമേ അവർക്ക് പലപ്പോഴും അറിയാവുള്ളൂ. അവർ ജസ്റ്റ് ഈ ആപ്പിലൂടെ സംസാരിച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഏത് ലാംഗ്വേജുകൾ, അത് ഒറിയ ആയിക്കോട്ടെ, അസാമി ആയിക്കോട്ടെ, ബംഗാളി ആയിക്കോട്ടെ, ആരാണെങ്കിലും അവരുടെ ലാംഗ്വേജിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അത് മലയാളത്തിലേക്കോ ഇംഗ്ലീഷിലേക്കോ ഞങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ പരാതി എന്താണ് എന്ന് വിശകലനം ചെയ്ത് നമുക്ക് പരിശോധന നടത്തി നോർമലായിട്ട് പരാതിയിൽ അന്വേഷണം നടത്തി നമുക്ക് അതിനടുത്ത നടപടികൾ സ്വീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു സംവിധാനം ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഏറ്റവും ഉടൻ തന്നെ അത് വന്നു കഴിഞ്ഞാൽ ഈ ആപ്പ് ഈ തൊഴിലാളികളിലേക്ക് നമ്മളത് കൊടുക്കും. മാത്രമല്ല, അവർക്ക് വേണമെങ്കിൽ അവിടെയുള്ള എന്തെങ്കിലും ഒരു അൺസേഫ് ആയിട്ടുള്ള സാഹചര്യം കാണിക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു ഗാർഡ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ മെഷീൻ പ്രോപ്പറായിട്ടല്ല വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയാണ് അതിൻ്റെ ഇത് കാണാം. അപ്പോൾ അവർക്കത് ഫോട്ടോ എടുത്തിട്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ ഈ ആപ്പ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവരുടെ ഒരു ഗ്രിവൻസ് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഈ അപകടങ്ങളുടെ ഒരു കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഇതുപോലുള്ള സെക്ടറുകളിലാണെന്ന് മാത്രവുമല്ല, അപകടങ്ങളിൽ മരണപ്പെട്ടിരിക്കുന്നത് കൂടുതലും അതിഥി തൊഴിലാളികളാണ്. അപ്പോൾ ചിലപ്പോൾ റൂഫ് മാറ്റും, അല്ലെ ഓട് മാറ്റാനോ അങ്ങനെയുള്ള വർക്കുകളിലൊക്കെ ഇവരാണ് പോകുന്നത്. ഇവർ സേഫ്റ്റി ബെൽറ്റോ ഫുൾ ബോഡി ഹാർനസോ ഒന്നും ധരിക്കുന്നില്ല, ആരും ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിലൊക്കെ അവർക്ക് ഇതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടാകുന്നില്ല. അപ്പോൾ അവർക്കും നമ്മൾ ഈ ആപ്പിലൂടെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള അവബോധം കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കുന്നതിനും കൂടിയുള്ള സംവിധാനമാണ് ഈ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആപ്പിന് പ്രത്യേകിച്ച് പേരൊന്നും നിലവിൽ ഇട്ടിട്ടില്ല, പക്ഷേ നമ്മളൊരു പേര് ഇട്ടുകൊണ്ട് അത് പ്ലേ സ്റ്റോറിലൊക്കെ ഉടൻ തന്നെ അത് ലോഞ്ച് ചെയ്യും. സാർ, അതുപോലെ നമുക്കറിയാം അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ അന്താരാഷ്ട്ര പരിശീലന കേന്ദ്രത്തിൽ പോയിട്ട് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം സാറിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ട്രെയിനിങ്ങിനെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് വലിയൊരു കാര്യമായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനോടും അതുപോലെ എന്നെ സ്പോൺസർ ചെയ്ത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനോടുള്ള നന്ദി അറിയിക്കുന്നു. അത് വലിയൊരു അനുഭവം തന്നെയായിരുന്നു എനിക്ക്, എന്നെ പോലെയുള്ള ഒരാൾക്ക്. കാരണം ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറമാണ് അവർ പല കാര്യങ്ങളിലും തൊഴിലാളികളിൽ വരാൻ സാധ്യതയുള്ള പ്രത്യേകിച്ച് തൊഴിൽജന്യ രോഗങ്ങൾ അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് എന്തൊക്കെയാണെന്ന് അവർ ഗവേഷണം ചെയ്ത് നിലവിൽ നിയമത്തിലൂടെ അത് പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് എനിക്ക് കാണാൻ സാധിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഫിസിക്കലുണ്ട്, കെമിക്കൽ ഉണ്ട്, ബയോളജിക്കൽ ഹസാർഡ്സ്, അങ്ങനെ പല ഹസാർഡ്സ് ഉണ്ട്. അതുകൂടാതെ ഇവിടെ എർഗണോമിക്കൽ ആയിട്ടുള്ള ഹസാർഡ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞു തൊഴിലാളികളുടെ ഓക്വേർഡ് ആയിട്ടുള്ള പോസ്റ്റർ, അല്ലെങ്കിൽ അവർ ഇരിക്കുന്ന രീതി. ഇപ്പം നമ്മൾ പഴയ രീതിയിലുള്ള കസേരയല്ല ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്കറിയാം. അപ്പം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ്, നമ്മളെ വെയിറ്റ് ബാലൻസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്. അതുപോലെ റിപ്പറ്റേറ്റീവ് മോഷൻ, അതുകൊണ്ട് നമുക്ക് പല ഇഷ്യൂസ് ഉണ്ടാകും. നമ്മൾ ഒരു പർട്ടിക്കുലർ വർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതുകൊണ്ട് സ്ട്രെസ്സും സ്ട്രെയിനും അതുപോലെ നമുക്ക് പല തൊഴിൽജന്യ രോഗങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മസ്കുലർ സ്കെലിറ്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു എർഗണോമിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റിൽ ഉള്ള അപകട സാധ്യതകൾ വളരെ. അപ്പോൾ അവർ പറയുന്നത് എർഗണോമിക് സ്റ്റഡി നമ്മൾ കമ്പൽസറി ആയിട്ട് ഒരു വർക്ക് പ്ലേസ് നടത്തണം എന്നുള്ളതാണ്. അതായത് മാൻ മെഷീൻ കമ്പാറ്റബിലിറ്റി കറക്റ്റ് ആണോ, അവിടെ മനുഷ്യൻ ജോലി ചെയ്യുന്ന മെഷീനുമായിട്ട് വളരെ ഇതായിട്ടാണ്. നമ്മളൊരു വെയിറ്റ് എടുക്കുകയാണെങ്കിൽ അത് എടുക്കേണ്ട രീതി പറയുന്നുണ്ട്. നമ്മൾ എടുക്കുന്നത് താഴെ ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് വേണം ആ വെയിറ്റ് എടുക്കാൻ, അല്ലാതെ കുനിഞ്ഞെടുക്കുക എന്നുള്ളതല്ല. അപ്പോൾ ആ രീതിയിലുള്ള കുറേ മെത്തേഡ്സ് മാനുവൽ, പക്ഷേ അതൊക്കെ നമ്മൾ പല മെഷീൻസിലും നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള എർഗണോമിക് ആസ്പെക്റ്റിലുള്ള കാര്യങ്ങളാണ് അവിടെ നിന്ന്. അതുകൂടാതെ ഏറ്റവും പ്രാധാന്യം അവർ കൊടുക്കുന്നത് സൈക്കോ സോഷ്യൽ സ്ട്രെസ്സാണ്. ഇന്ന് സൈക്കോ സോഷ്യൽ ഹസാർഡ്സ് വളരെയധികം കൂടുതൽ വർക്ക് പ്ലേസിൽ ഉണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ ഫാക്ടറി തൊഴിലാളികളിൽ മാത്രമല്ല പല മേഖലകളിലും സൈക്കോ സോഷ്യൽ. അതിൽ നിന്ന് പ്രധാനമായിട്ട് അവർ പറയുന്നത് ഒന്ന് അവർക്കുള്ള മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇത്ര ടൈമിനുള്ളിൽ ഒരു ജോലി തീർത്തിരിക്കണം. അവർക്കൊരു ടാർഗറ്റ് കൊടുക്കും. ആ ടാർഗറ്റ് ഇത്ര സമയത്തിനുള്ളിൽ തീർത്തിരിക്കും. അപ്പോൾ അതവരുടെ മാനസിക നിലയെ വളരെ കാര്യമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പഠനങ്ങളിൽ നിന്നെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ പിയർ ഇൻസൾട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന തൊട്ടടുത്ത ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ നിന്ന് നമുക്ക് വരുന്ന പീഡനം, അല്ലെങ്കിൽ അവരിൽ നിന്ന് അവരുടെ ഹരാസ്മെൻറ്റ്, അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ വർക്ക് പ്ലേസിൽ ജോലി ചെയ്യുമ്പോൾ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന പല ഇഷ്യൂസും വർക്ക് പ്ലേസിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ മേഖലകളിലും സൈക്കോ സോഷ്യൽ റിസ്കിന് വളരെയധികം പ്രാധാന്യം അവർ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ തന്നെ ഒരു ഉടമ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഉടമ സ്വീകരിക്കാതെ അവിടെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് തന്നെ അവർ ലയബിളാകുന്ന രീതിയിലേക്കുള്ള നിയമങ്ങൾ വരെ യൂറോപ്യൻ കൺട്രീസ് ഇപ്പോൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ മാത്രവുമല്ല ഈ എർഗണോമിക് അസാർട്സിലുള്ള അസസ്മെൻറ്റ് ചെയ്യാനുള്ള കാൽക്കുലേഷൻ മെത്തേഡ്സ് വരെ അവരുടെ കയ്യിലുണ്ട്. ആ രീതിയിൽ നമുക്ക് ഏത് വർക്ക് പ്ലേസസ് വേണമെങ്കിലും, മാത്രമല്ല സോഫ്റ്റ്വെയർസ് തന്നെ അവർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഒരു മൾട്ടി വീഡിയോ അനാലിസിസ് എന്ന് പറയുന്നൊരു അത് വെച്ചിട്ടും, അല്ലെങ്കിൽ റാപ്പിഡ് അപ്പർ ലിംബ് അസസ്മെൻറ്റ് സ്റ്റഡി, അതുപോലെ റീബ റാപ്പിഡ് എൻറ്റയർ ബോഡി അസസ്മെൻറ്റ് സ്റ്റഡി, ഇതെല്ലാം ഒരു വർക്ക് പ്ലേസിലെ തൊഴിലാളി ജോലി ചെയ്യുമ്പോൾ തന്നെ ക്യാമറയുടെ സഹായത്തോടെ എടുത്തിട്ട് അയാൾ ചെയ്യുന്ന പോസ്റ്ററുകളിലും അവൾ ചെയ്യുന്ന ആ വർക്കിലുമൊക്കെ എന്തെങ്കിലും ഇൻകമ്പാറ്റിബിലിറ്റി ഉണ്ടോ എന്ന് കണ്ടെത്തിയിട്ട് അത് പരിഹരിക്കാനും, ചിലപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഹൈറ്റ് വളരെ കുറവായിരിക്കും, വർക്ക് പ്ലേസിൻ്റെ ഹൈറ്റ് കൂടുതലായിരിക്കും, അപ്പോൾ വേറൊരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും അത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള കൺട്രീസിലൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ആ ചെയ്യുന്ന ബെഞ്ച് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ മാറ്റാവുന്നതാണ്. അതുപോലെ ചിലപ്പം ഒരു ഡ്രില്ലിംഗ് മെഷീനോ അല്ലെങ്കിൽ അതിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് ന്യൂമാറ്റിക്കായിട്ട് തന്നെ ക്യാപ്ചർ ചെയ്ത് നമ്മൾ കയ്യിലെടുത്താലും വെയിറ്റ് താങ്ങണ്ട. അപ്പോൾ അത് ആ ന്യൂമാറ്റിക്കായിട്ട് തന്നെ ക്യാപ്ചർ ചെയ്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് വെക്കുക. അപ്പോൾ ഞാനത് ഒരു ഫാക്ടറി വിസിറ്റിൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ തന്നെ അത് കാണാൻ സാധിച്ചു. അപ്പോൾ അത്രത്തോളം അഡ്വാൻസ്ഡാണ്. അപ്പോൾ ആ മെഷീൻ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മെഷീൻസ് ആണെങ്കിൽ നമ്മളത് ഇൻബിൽട്ടായിട്ട് തന്നെ ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സും എർഗണോമിക് ഫീച്ചേഴ്സും എല്ലാം അതിനകത്ത് ഇൻബിൽട്ടായിട്ട് തന്നെ ഉണ്ടാകണം. അതിൻ്റെ ഡിസൈനിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകില്ല. അതൊരു നിയമത്തിലൂടെ തന്നെ കുറച്ചുകൂടി കർക്കശമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഇതുപോലുള്ള അപകടങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളിൽ പോലെ അല്ലെങ്കിൽ ILO തന്നെ കൊടുക്കുന്ന എർഗണോമിക് റിസ്ക്കും അതുപോലെ സൈക്കോ സോഷ്യൽ റിസ്കിനും കൂടി പ്രാധാന്യം ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളും കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സാർ, അതുപോലെ ഇപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനൊപ്പം തന്നെ ഓട്ടോമേഷൻ്റെ കാര്യങ്ങൾ, ഇത് എത്രത്തോളം സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കും? അതിനുള്ള ഒരു ഉദാഹരണം എന്തെങ്കിലും കൂടി പറയാമോ? തീർച്ചയായിട്ടും ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് അറിയാം. ഇപ്പം നമ്മുടെ ഓട്ടോമൊബൈൽ മേഖല എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് മുഴുവൻ റോബോട്ടിക്സാണ്. പക്ഷേ ഇതിനകത്ത് ഉള്ളൊരു പ്രശ്നങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ റോബോട്ടിക്സിൻ്റെ ഒരു വർക്കിലും ആ റോബോട്ടിക്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ചെയ്തെല്ലാം കറക്റ്റായിട്ട് വരും. അപ്പം അതിനൊരു ഏരിയ ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്, നമ്മൾ ഈ അടുത്ത സമയത്ത് തന്നെ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്, ചെന്നൈയിൽ തന്നെ ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് യൂണിറ്റിൽ റോബോട്ടിക്സിൻ്റെ മാനുഫാക്ചർ മൂലം ഒരു തൊഴിലാളിയെ ഞെരിച്ചു മരണപ്പെടുകയുണ്ടായി. ഈ ടെക്നോളജി നമ്മൾ പുതുതായിട്ട് കൊണ്ടുവരുമ്പോഴും അതിൻ്റെ അപകട സാധ്യത കൂടി നമ്മളിത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള കൂടുതലായിട്ട് നിയമങ്ങൾ കൂടി വരണമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഓട്ടോമേഷൻ പല മേഖലകളിലും വരുന്നുണ്ട്. ഓട്ടോമേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് തൊഴിൽ സാധ്യതകൾ ഇല്ലാതാകുന്നതല്ല, പക്ഷേ അതിനെ കൂടുതൽ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും, കൂടുതൽ കപ്പാസിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. പക്ഷേ അതേസമയം തന്നെ അവിടെ നിലവിലുള്ള മിനിമം ഉള്ള തൊഴിലാളികളുടെ സുരക്ഷിതത്വം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് വരാതിരിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ കൂടി ഇതിനകത്തുണ്ടോ എന്നുള്ളതും അത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളിലൂടെ പുതിയ നിയമത്തിലൂടെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള അപകടങ്ങൾ കൂടി നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. സാർ, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കാറായി. അപ്പോൾ സാറിന് നമ്മുടെ തൊഴിലുടമകളോടും തൊഴിലാളികളോടും എല്ലാവരോടുമായിട്ട് കോമൺ ആയിട്ട് പറയാനുള്ള കാര്യം എന്താണ്? നമ്മൾ ഇതിൽ സർക്കാർ മാത്രം വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ തൊഴിൽജന്യ രോഗങ്ങളും തൊഴിൽ അപകടങ്ങളും ഇല്ലാതാക്കാൻ പറ്റില്ല. നമുക്കിവിടെ വേണ്ടത് എല്ലാവരുടെയും യോജിച്ച ഒരു പ്രവർത്തനമാണ്. അതായത് തൊഴിലാളി യൂണിയനുകളുടെ സഹകരണം വേണം. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ സംഘടനകളുടെ ഒരു സഹകരണം വേണം. കാരണം മാനേജ്മെൻറ്റിന് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകും. അവിടെ നിന്നാണ് അവർ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പറയണം, ഞാൻ എൻ്റെ തൊഴിലാളിക്ക് വേണ്ടി ഇന്നതൊക്കെ ചെയ്യും, ഇവിടെ അപകടം വരാതെ ഞാൻ നോക്കും, അതിനുവേണ്ടി ഞാൻ ഇന്നത് ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളൊരു ബോധം അവിടെ ഉണ്ടാകണം. അതുപോലെ തൊഴിലാളി യൂണിയൻ നേതാക്കൾ അവരുടെ തൊഴിലാളികളോട് പറയണം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപകരണങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം, അവിടെ എന്തെങ്കിലും തൊഴിൽ അപകട സാധ്യത ഉണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് അവിടെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം. അങ്ങനെയുള്ളൊരു ഡയറക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ പരിശോധിക്കുന്ന ഇൻസ്പെക്ടർമാർ കൃത്യമായിട്ടൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എപ്പോഴും ഉണ്ടാകണം. അവിടെ പോയി ഓരോ മെഷീൻസും വളരെ കൃത്യമായിട്ട് നോക്കി
ഇതിലെന്തൊക്കെ അപകട സാധ്യതകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൃത്യമായ ഒരു നിരീക്ഷണം അവർ നടത്തി അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ റിട്ടേൺ ആയിട്ട് ആണെങ്കിൽ റിട്ടേൺ ആയിട്ട് അല്ലെങ്കിൽ ഓറലായിട്ടാണെങ്കിൽ അവരെ കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തി ഇതിൻ്റെ അപകട സാധ്യതകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അത് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ ശ്രമത്തിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ഐക്യരാഷ്ട്രസഭയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിലെ 2030 ലക്ഷ്യമിടുന്നത് പോലെയുള്ള തൊഴിലപകടങ്ങളും തൊഴിൽജന്യ രോഗങ്ങളും കുറച്ചു കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് ഒരു വകുപ്പിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു സാർ. ഒരുപാട് തിരക്കിനിടയിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അതിന് എല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ശരി, നന്ദി. തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് തൊഴിൽജന്യ രോഗങ്ങളും തൊഴിലിടങ്ങളിലെ സുരക്ഷയും ഈ വിഷയത്തെക്കുറിച്ച് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ഡയറക്ടർ പി പ്രമോദുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം. നിർവഹണ സഹായം സുനിത ആനന്ദ്. തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.